എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിംഗ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മെയിൻസ് എക്സാമിന്, അതായത് നമ്മുടെ റീസണിംഗ് സെക്ഷനിൽ നിന്ന് മെയിൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യനുമായിട്ടാണ്. എന്താണ് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം നമ്മൾ റീസണിങ്ങിനകത്തിൽ മെയിൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ നമ്മൾ എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് സ്ട്രാറ്റജി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളെ നമ്മുടെ ചാനലിൽ പോയിട്ട് കാണുക. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ എക്സാമിന് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിലെ ചോദിക്കാൻ സാധ്യതയുള്ളത് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ തനിയെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മെയിൻസിന് ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് നിങ്ങൾ തനിയെ ചെയ്തിട്ട് മാത്രം ഞാൻ പറയുന്നത് ബാക്കി കേൾക്കുക. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് ഇതേപോലത്തെ, ഇപ്പൊ ഈ ഒരു ടൈപ്പ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഇതേപോലത്തെ വേറെ ടൈപ്പ് നമ്മളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ അത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇവിടെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഒന്ന് നോക്കിക്കേ, ഇവിടെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 ആൻഡ് സ്റ്റെപ്പ് 5. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദി സം ഓഫ് 2 റോസ്. 2 റോസിന്റെ സം കണ്ടുപിടിക്കുക. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു റോ കാണാം, ഇവിടെയും ഒരു റോ കാണാം അല്ലെ. ഇതിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാനാ പറയുന്നത്? അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത് ആണല്ലോ. അപ്പം ഈ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നമ്മൾ മിസ്ലേനിയസിനകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആദ്യം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തനിയെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് കണ്ടീഷൻസ് ഒന്ന് നോക്കിയാലോ. നമ്മൾ ഈ റോയ്ക്കകത്തില് കണ്ടീഷൻസ് നോക്കുന്നതിന് മുന്നേ നമ്മൾ ഈ റോയിലേക്ക് നോക്കുമ്പോൾ ഈ ഓരോ റോയിലും എത്ര നമ്പേഴ്സ് വെച്ചിട്ടാ പറഞ്ഞേക്കുന്നത്? ഈ റോയില് 4, 7, 15 3 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. ഇവിടെയും ഒരു 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയോ ഓപ്പറേഷൻസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഈ ക്വസ്റ്റ്യനകത്തില് എന്താ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻസിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലോ. ഇവിടെ ശ്രദ്ധിച്ചേ, if an even number is followed by an odd number, then the resultant will be addition of both the numbers. എന്തോ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്, അതായത് ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. ഒരു ഈവൻ നമ്പറിന് ശേഷം ഓഡ് നമ്പർ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട്, അതായത് ഈവൻ നമ്പറിന് ശേഷം ഒരു ഓഡ് നമ്പർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്? ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എത്ര നമ്പേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? 2 നമ്പേഴ്സിന്റെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 നമ്പേഴ്സിന്റെ കാര്യമാണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും. നമ്മളുടെ ക്വസ്റ്റ്യനകത്തില് ഒരു 3 നമ്പർ ഉണ്ടല്ലോ. അപ്പൊ ഈ ടൈപ്പ് എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. അടുത്തതിനകത്തിൽ ഇനി 3 നമ്പേഴ്സിന്റെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ a perfect square, then the resultant will be difference of that square number and the odd number. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഇവിടുത്തെ കേസിൽ പറഞ്ഞേക്കുന്നത്, രണ്ടാമത്തെ കണ്ടീഷനകത്തിൽ പറഞ്ഞേക്കുന്നത് ഓഡ് നമ്പറിന് ശേഷം, ഇഫ് an odd number is followed by a perfect square, ഓഡ് നമ്പറിന് ശേഷം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഡിഫറൻസ് ആണ് ആൻസർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. റിസൾട്ടന്റ് വിൽ ബി ഡിഫറൻസ് ഓഫ് ദി സ്ക്വയർ നമ്പർ. ഇവിടെയും എത്ര നമ്പരാ പറഞ്ഞേക്കുന്നത്? 2 നമ്പേഴ്സിന്റെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്. വേഗത്തിൽ അടുത്തത് നോക്കിയാലോ. ഇഫ് an odd number is followed by another odd number, ഇവിടെ എന്താ 2 ഓഡ് നമ്പേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ആ ഓഡ് നമ്പർ എന്താകാൻ പാടില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ പാടില്ല. ഇവിടെയോ, ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതൊരു ഓഡ് നമ്പർ ആയിരിക്കണം, പക്ഷെ ഇത് എന്താകാൻ പാടില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ അവരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താ? 2ന്റെയും കൂടെ അഡീഷൻ തന്നെ ആയിരിക്കും.
ഓക്കെ, അടുത്ത കണ്ടീഷനോ സ്റ്റെപ്പ് 4ലോ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഈവൻ നമ്പർ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഓഡ് നമ്പറിന് ശേഷം ഒരു ഈവൻ നമ്പർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്താകാൻ പാടില്ല, പക്ഷേ എടുത്തവർ പറഞ്ഞിട്ടുണ്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ പാടില്ല. എങ്കിൽ then the resultant comes by multiplying the numbers. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ഇതേപോലെ തന്നെ സ്റ്റെപ്പ് 5ൽ എന്താ പറഞ്ഞേക്കുന്നത്? ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ അനദർ ഈവൻ നമ്പർ. എന്താ പറഞ്ഞേക്കുന്നത്? ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ അനദർ ഈവൻ നമ്പർ. then the resultant will be the division of the first number by the second number. അപ്പം ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് വായിച്ചു നോക്കി നിങ്ങൾ എക്സാമിന് എന്ന് വെച്ചാൽ ആദ്യമേ സമയം കളയരുത്. ഈ ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാം എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ഇവിടെ എല്ലാം രണ്ട് നമ്പേഴ്സിന്റെ കാര്യമാണ്, എങ്ങും മൂന്ന് നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നോക്കിക്കേ 3 നമ്പേഴ്സാ. അപ്പൊ എങ്ങനെയായി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? നിങ്ങൾ ടെൻസ്ഡ് ആകണ്ട. ഇവിടെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 നമ്പർ എടുക്കുക. അതായത് ഇവിടുത്തെ ആദ്യത്തെ 2 നമ്പർ എന്ന് പറയുന്നത് 4 7. എന്നിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇവിടെ ഏത് കണ്ടീഷനാണ് ഈ 2 നമ്പേഴ്സിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, എന്നിട്ട് അത് രണ്ടൂടെയുള്ള ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുകയും അതും 15ഉം കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അല്ലാതെ നമ്മൾ ഒരുമിച്ചല്ല 3 നമ്പേഴ്സ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്കിലും നമുക്കൊന്ന് നോക്കിയാലോ. ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ടെൻസ്ഡ് ആകണ്ട, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നോക്കിക്കേ, ആദ്യത്തെ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇവിടുത്തെ ആദ്യത്തെ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 4ഉം 7ഉം ആണ്. നമുക്കിത് ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പിൽ പെടും, ഏത് കണ്ടീഷനിൽ പെടും എന്ന് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ നമ്മൾ അത്രയും വായിച്ചതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഒരു ബോധമുണ്ട്. ഓഡ് നമ്പറും ഈവൻ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അവരെല്ലാം പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് 4 എന്ന് പറയുന്നത് ഈവൻ ആണ്, 7 എന്ന് പറയുന്നത് ഓഡ് ആണ്. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നോക്കാം. ഇത് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. നോക്കിക്കേ ഇവിടെ ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ അല്ലേ? ആണല്ലോ. പക്ഷെ എക്സാമിന് നിങ്ങൾ ആദ്യത്തെ ഇപ്പം നമ്മൾ മുഴുവൻ കണ്ടീഷൻസും വായിച്ചു, ഇവിടെ കുഴപ്പമില്ല. പക്ഷെ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഒരു കണ്ടീഷൻ വായിച്ചു ഉടനെ അത് തന്നെയാണ് എന്ന് വിചാരിക്കരുത്. താഴോട്ടുള്ള എല്ലാ കണ്ടീഷൻസും അസ് എ ഹോൾ ഒന്ന് നോക്കിക്കോണം. കാരണം ഇവിടുത്തെ കേസ് ഇപ്പൊ പറയുവാണെങ്കിൽ ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ഓഡ് നമ്പറാ. അതേപോലെ തന്നെ പ്രൈം നമ്പറും വന്നുകൂടെ? ഇവിടെ അത് വന്നിട്ടില്ല. ഞാനൊരു സാധ്യതയെ പറ്റി പറഞ്ഞതാണ്. ഇവിടെ ഇപ്പം ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറും ആണ്, 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറും ആണ്. അപ്പൊ ചിലപ്പം ഒരേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ വരാം. അപ്പൊ ചിലപ്പോൾ അവരൊരു നോട്ടായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പം ഇപ്പൊ ഒന്നാമത്തെ കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത് ഒന്നാമത്തേതിനെ ഓവർ റൂൾ ചെയ്യും, അല്ലെങ്കിൽ രണ്ടാമത്തേത് നിങ്ങൾ എടുക്കണം എന്നൊക്കെയുള്ള നോട്ട്സ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ചോണം. ഇവിടെ ഇപ്പൊ അങ്ങനത്തെ കേസ് ഇല്ല. ബാക്കിയെല്ലാം എന്താ? ഇവിടെ ഓഡ് നമ്പർ, ഇവിടെ ഓഡ് നമ്പർ, ഇവിടെ ഓഡ് നമ്പർ, ഇവിടെ ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ഈവൻ നമ്പർ. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 2 നമ്പേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് കണ്ടീഷനാണ്? നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷനാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈവൻ നമ്പർ ഈസ് ഫോളോഡ് ബൈ ഈവൻ നമ്പർ ആണെങ്കിൽ ദി റിസൾട്ടന്റ് വിൽ ബി ദി അഡീഷൻ ഓഫ് ബോത്ത് നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം എത്രയാണ്? 11. ഇനി ആ കിട്ടിയ 11 ഇല്ലേ, ആ 11ഉം ഈ 15 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, ആ 11ഉം 15 കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ എന്ത് വരും? ഇനി നമ്മൾ വീണ്ടും ഇത് ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഇതിൽ ഏത് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പിൽ പെടും എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. നോക്കിക്കേ, 11 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. 15 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ്. 15 എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ പെർഫെക്റ്റ് സ്ക്വയർ. അതല്ലല്ലോ, ഇതും അല്ലല്ലോ, ഇതും അല്ലല്ലോ. ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ അനദർ ഓഡ് നമ്പർ ബട്ട് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ എന്താ? റിസൾട്ടന്റ് വിൽ ബി അഡീഷൻ. ഇവിടെയും എന്ത് തന്നെയാണ്? അഡീഷൻ തന്നെയാണ്. ആണല്ലോ. അപ്പൊ ഇവിടെ 11ഉം 25ഉം കൂടെ ഇവിടെ എത്ര വരും? നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്, ഈ ഒരു റോയുടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? അപ്പോ 26 കിട്ടി. കത്തിയോ? ഫസ്റ്റ് റോയുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് 26 കിട്ടി. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 റോയുടെയും കൂടെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
എങ്കിൽ ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ റോ എന്ന് നോക്കിയാലോ. യെസ്, ഇവിടെ നോക്കിക്കേ ആരൊക്കെയാണ്? 13ഉം 2ഉം. നമുക്ക് നോക്കാം 13ഉം 2ഉം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് കണ്ടീഷനാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, രണ്ടാമത്തേനകത്തില് 13 2. അപ്പൊ അത് 13 എന്ന് പറയുന്നത് ഓടും, 2 എന്ന് പറയുന്നത് ഈവനും ആണ്. അപ്പൊ ഇവിടെ ആദ്യത്തേതല്ല, ആദ്യത്തേത് ഈവനെ ബേസ് ചെയ്തിട്ടാ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ എ പെർഫെക്റ്റ് സ്ക്വയർ. 2 എന്ന് പറയുന്ന പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും അല്ല. മൂന്നാമത്തേത് നോക്കിക്കേ, ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ. അനദർ ഓഡ് നമ്പർ ആണോ? അല്ലല്ലോ. അടുത്തത് ഇഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഫോളോഡ് ബൈ ഈവൻ നമ്പർ. യെസ്, ഇവിടെ 13 ഫോളോ ചെയ്യുന്നത് 2നെയാണ്. അപ്പൊ 2 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പർ ആണ്, ബട്ട് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. 2 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമ്മുടെ സ്റ്റെപ്പ് 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, then the result comes by multiplying the numbers. അപ്പൊ ഇവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ 2 നമ്പേഴ്സിന്റെയും കൂടെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ 13 ഗുണം 2 എത്ര കിട്ടി? 26. അപ്പൊ എത്ര കിട്ടി? 13 ഗുണം 2 26. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ എന്താണ്? പ്രോഡക്റ്റ് ആണ്. ഈ 13ന്റെയും 2ന്റെയും കൂടെ ആൻസർ വരിക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ 2 എണ്ണത്തിന്റെ ആൻസർ 26 ആണെന്ന് നമുക്ക് മനസ്സിലായി. ബാക്കി പിന്നുള്ള നമ്പർ ഏതാ? 2. ഇനി ഇതും നമ്മൾ ഈ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിനകത്തിൽ ഏത് സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുന്നത്, ഏത് കണ്ടീഷനാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പൊ നോക്കിക്കേ, ഇത് രണ്ടും എന്താണ്? ഈവൻ നമ്പറാ. അപ്പൊ ഏത് കണ്ടീഷനാ? നോക്കിക്കേ, ഇഫ് an even number is followed by another even number, then the resultant will be the division of first number by the second number. ഈവൻ നമ്പറിനെ, അതായത് ഇത് രണ്ടും ഈവൻ നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 13. അപ്പൊ എത്ര കിട്ടി നമ്മുടെ ആൻസർ? 13. അപ്പൊ നമുക്ക് പറയാം എന്താണ് ഈ രണ്ടാമത്തെ റോയുടെ ആൻസർ എന്ന് പറയുന്നത്? എന്താണ്? 13 ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഓരോ റോയുടെയും ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ഇത് ആദ്യമായിട്ട് എക്സാമിന് കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ അല്ലേ, അയ്യോ ഇതെങ്ങനെ ചെയ്യും, ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇവർ 2 റോയിലെ അല്ലെങ്കിൽ 2 നമ്പറിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ലേ കണ്ടീഷൻ പറയുന്നത്? ക്വസ്റ്റ്യനകത്തിൽ 3 നമ്പർ ഉണ്ടല്ലോ. ഇതുപോലെയാണ് എല്ലാ ടോപ്പിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ് റീസണിങ്. നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ 2 നമ്പേഴ്സിന്റെയും കൂടെ സം ആയിരുന്നു. അപ്പൊ 26ഉം 13 39. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ വരിക. ക്ലിയർ ആണോ എവ്രിവൺ? ഇത് ഒരു ടൈപ്പ് ഓഫ് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മിസ്ലേനിയസിൽ പെടുത്താൻ പറ്റുന്ന, ഇത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ മെയിൻസ് എക്സാമിന്, SBI ക്ലർക്ക് മെയിൻസിനൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പാണിത്. നമുക്ക് RRB PO ആൻഡ് ക്ലർക്കിന് പ്രതീക്ഷിക്കാം, അതേപോലെ തന്നെ IBPS ക്ലർക്ക് മെയിൻസിനും പ്രതീക്ഷിക്കാം. ഓക്കെ, എങ്കിൽ ഇതേപോലെ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ രണ്ടാമത്തെ ഇതിലേക്ക് കാണിച്ചതാണ്. അപ്പൊ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ സെയിം കണ്ടീഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ ആൻസർ എത്ര കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി റിസൾട്ടന്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ ഇസ് 31. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് റോയുടെയും സെക്കൻഡ് റോയുടെയും, ഇതാണ് ഫസ്റ്റ് റോ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റോ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് റോ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് അവർ എത്ര തന്നേക്കുന്നത്? ഡിഫറൻസ് എത്രയാ തന്നേക്കുന്നത്? 31 ആണ് തന്നേക്കുന്നത്. എങ്കിൽ വേണ്ട, ഇവിടെ നമുക്ക് നമ്പർ തന്നിട്ടില്ല. ഈ വൈയുടെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. എന്താ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. കിട്ടുമല്ലോ. സെയിം കണ്ടീഷൻസ് ഏത് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഏത് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയിട്ട് ഫസ്റ്റ് റോയുടെ ആൻസർ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? സെക്കൻഡ് റോയുടെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇവരുടെ ഡിഫറൻസ് തന്നിട്ടുണ്ടല്ലോ. ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര വരുമെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാകത്തില്ലേ? ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് നിങ്ങൾ ഈ ഓപ്ഷൻസിലെ ഓരോ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കണം. ഇവിടെ ആ വാല്യൂ കിട്ടാൻ ഏത് നമ്പർ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ എല്ലാവരും അതൊന്ന് തനിയെ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നന്നായിട്ട് ഇതേപോലെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും മെയിൻസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളുടെ മെയിൻസിന് വേണ്ടിയിട്ട് ഇപ്പം ചിലർ ഒരുപാട് ആസ്പിരൻസ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്,
അതായത് ഞങ്ങൾക്ക് ക്വാണ്ട് ഓക്കെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഓക്കെയാണ്, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ബാച്ച് ഉണ്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ബാച്ച് ഉണ്ടോ, റീസണിങ്ങിന് സെപ്പറേറ്റ് ബാച്ച് ഉണ്ടോ, ക്വാണ്ടിന് സെപ്പറേറ്റ് ബാച്ച് ഉണ്ടോ എന്നൊക്കെ എല്ലാ ആസ്പിറൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റീസണിങ്ങിന് സെപ്പറേറ്റ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഫുൾ, അതായത് ബാങ്കിന് റീസണിങ് കംപ്ലീറ്റ് എടുക്കുന്നതായിരിക്കും. പ്രിലിംസ്, മെയിൻസ്, അത് പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസും മെയിൻസ് ലെവൽ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കംപ്ലീറ്റ്, അതായത് 100% നിങ്ങളുടെ മെയിൻസിന്റെ സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 28-നാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് എല്ലാം വേണം, എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ IBPS SBI ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെയും അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ടും എന്ത് ചെയ്യാവുന്നതാണ്, അടിപൊളിയായിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനിയും അതേപോലെ തന്നെ എൻ്റെ ടെലഗ്രാം ചാനലാണ് റീസണിംഗ് വിത്ത് അഞ്ജു. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ബാങ്ക് എക്സാമിനെ പറ്റിയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റീസെന്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഡെയിലി ബേസിസിൽ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിച്ചോളുക. മെയിൻസിന് വേണ്ടിയിട്ട് അടിപൊളിയായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് എവ്രിവൺ.